ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നെട്ടയത്തുണ്ടായിരുന്നു. വീണ്ടും ഞാൻ നെട്ടയത്ത് രാവിലെ വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ്. സമയം 10:30 മണിയായി അല്ലേ. വസ്ത്രയുടെ പിറകെയായിരുന്നു. കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇന്ന് വരാൻ ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണല്ലോ, ആസ്ഥാന ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ വർഷത്തിലൊരിക്കൽ മാത്രം പോകുന്ന റബ്ബർ പുരയിടത്തിൽ പോവുക. മമ്മിക്ക് കാലൊന്ന് കാണിക്കാൻ പങ്കജ കസ്തൂരിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എവിടെ സെറ്റ് സാരി എടുത്ത് പങ്കജ കസ്തൂരിയിൽ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കാൻ ഞാൻ കൊടുത്ത ഫസ്റ്റ് സെയിൽ സാരി എടുത്ത് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. എവിടെ അത് കൊടുത്ത് പങ്കജ കസ്തൂരി പോകാൻ പറ്റില്ല. അമ്പലത്തിലൂടെ പോകാമെന്നാണ് കരുതിയത്, പക്ഷെ അത് നടക്കില്ല. ഇതാണ് നമ്മുടെ വസ്ത്രയിൽ നിന്നും അമ്മ വാങ്ങിയ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ആട്ടോ അമ്മ. സെറ്റ് സാരി, കലങ്കാരി സെറ്റ് സാരി. ആക്ച്വലി വസ്ത്രയുടെ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറാണ്, ഫസ്റ്റ് സെയിൽ സാരിയാണ്. കലങ്കാരി സെറ്റും ഉണ്ട് കേട്ടോ. അതെ, അമ്മയ്ക്ക് ഉടുത്തിട്ട് നീളവും വീതിയൊക്കെ ഇല്ലേ, നല്ല നീളവും വീതിയുണ്ട്. അതൊക്കെ ചില കസ്റ്റമേഴ്സിന് ഡൗട്ടാണ്. ഒരുപാട് പേര് നമ്മുടെ നിന്ന് എടുത്തു കേട്ടോ. ഓഹോ മോഡല്. ഇതിന്റെ ഒരു 2 പീസ് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് താഴെ വസ്ത്രയുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, മെസ്സേജ് ഇട്ടാൽ മതിയേ. വരണ്ടൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം. ഇതാരെ കാവിലെ ഭഗവതിയോ? നെട്ടയം ശ്രീലകം കാവ്. കൊള്ളാം കേട്ടോ എടുത്തിട്ട്. അവസാനം ഗൈസ് ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത ഉടനെ തന്നെ വസ്ത്രയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണണം എന്നുള്ളവർ അവിടെ പോയി കണ്ടോളാം. അമ്മ ആദ്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇല്ല ഇരിക്കട്ടെ. കോലോത്തെ തമ്പ്രാട്ടി എന്തെന്ന് 6-ാം തമ്പുരാനിലെ ഡയലോഗ് ഉണ്ടല്ല, ഏത് കാവിലെ ഭഗവതിയോ? നേരിട്ട് ഇറങ്ങി വന്നതോ. സോറി ഗൈസ്, അത് കണ്ണു വെക്കാതിരിക്കാനുള്ളത്. നമ്മളിനി റബ്ബർ എസ്റ്റേറ്റിൽ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ റബ്ബർ പുരയെടുത്ത് പോകുന്ന വഴിക്ക് നെട്ടയത്ത് തന്നെ അച്ഛൻ്റെ ഇവിടെ ഒരു വീടും കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അച്ഛനെ വിളിച്ച് അധികം ഡീറ്റെയിൽസ് കൊടുക്കാം. വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ബാക്കി ഡീറ്റെയിൽസ് അച്ഛൻ പറയുന്നതായിരിക്കും. ഇത് വട്ടിയൂർക്കാവ് നെട്ടയമാണ്. നെട്ടയം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തമ്പാൻറ്റുന്ന് അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയിൽ നിന്ന് വരെ റെയിൽവേ സ്റ്റേഷനിൽ വരെ 8 കിലോമീറ്ററേ ഉള്ളൂ. ഇത് കോർപ്പറേഷൻ ഏരിയക്കകത്താണ്. നല്ല VIP ഏരിയയാണ്. 8 സെൻറ്റ് സ്ഥലം, ഒരു പഴയ വീടുമാണ്. അതിനകത്ത് കിണറുണ്ട്, ലൈൻ വാട്ടറുണ്ട്. പിന്നെ എല്ലാം ഇന്ന് 2025 എല്ലാം ലൈവാണ്. ഈ പഴയ വീടും 8 സെൻറ്റ് സ്ഥലവും കൂടിയാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കേണ്ട. ഒരു വീട് ഇടിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിൽ 2 വീടാക്കാം. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇതിനകത്ത് കിണറെല്ലാം കിടപ്പുണ്ട്. നല്ല ഏരിയയാണ്. ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നല്ല ലോർ സൈറ്റാണ്, ടാർ റോഡാണ്. ഇതൊക്കെയാണ് പറയാനുള്ളത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. വീട് 2 വീട് വേണമെങ്കിലും വയ്ക്കാം, ഒരു വീട് വേണമെങ്കിലും വയ്ക്കാം. 8 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലോ പിന്നെ കിഴക്കേക്കോട്ടയൊക്കെ പോകാനായിട്ട്. നല്ല ഏരിയയാണ്. ഇഷ്ടംപോലെ ജനവാസമുള്ള ഭാഗമാണ്. എല്ലാ പള്ളിയുണ്ട്, ക്ഷേത്രമുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, എല്ലാ തൊട്ടടുത്താണ് കാച്ചാണി ഗവൺമെൻറ്. ഇപ്പോൾ അടുത്ത ഹയർ സെക്കൻഡറി ആവുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ വന്നിട്ട് സെൻറ്റ് ചാന്ദ്ര സ്കൂള്, തൊട്ടടുത്ത് AR പബ്ലിക് സ്കൂള്, കോർപ്പറേഷൻ, ISR, ഷൂട്ടിംഗ് റേഞ്ച്, പോളിടെക്നിക്, കൃഷി ഓഫീസ് എന്ന് വേണ്ട എല്ലാം, ജിയോളജിക്കൽ സർവേ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. വട്ടിയൂർക്കാവിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് നെട്ടയമാണ്. ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ഭാഗത്താണ് ഈ വീട് സ്ഥലം. വീട് താമസിക്കാൻ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാം. ഇതിപ്പം 2 നിലയാക്കാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു പൊളിച്ചിട്ടിരിക്കുന്നതാണ്. ഒരു നല്ല വീടാണ്. ഇഷ്ടികയിലൊക്കെ ചെയ്തിരിക്കുന്ന വീടാണ്. പൊളിച്ചിട്ട് നമുക്ക് 2 ആക്കാം. 2 വീട് വേണമെങ്കിലും വയ്ക്കാം, ഒറ്റ വീട് വേണമെങ്കിലും. 19 മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ എസ്റ്റേറ്റിൽ പോവാം. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, ഇതാണ് നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്, റബ്ബർ പുരയിടം. 2 ഏക്കറോളം ഉണ്ട്. മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കറണ്ട്, വെള്ളം, കിണർ, ഒരു കുഞ്ഞു ഷെഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വർഷത്തിലൊരിക്കലാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നോക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം അച്ഛൻ ആളെയൊക്കെ നിർത്തിയത് ഇവിടെ കാടെല്ലാം പറിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ്. ഇപ്പോൾ ഒരു ചേട്ടൻ വന്ന് റബ്ബറൊക്കെ വെട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അച്ഛൻ പറയുകയാണ് നമുക്ക് ഈ സ്ഥലം കൊടുക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ റബ്ബർ എസ്റ്റേറ്റ് കൊടുക്കാൻ പോവുകയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ്റെ നമ്പേഴ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. അച്ഛനെ വിളിച്ചാൽ മതി. അപ്പോൾ ഇപ്പം ഒന്ന് ഇവിടുത്തെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൂട്. ഓണാണാവോ
ഇത് തിരുവനന്തപുരത്ത് നിന്ന് 14 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. GV രാജ സ്പോർട്സ് സ്കൂളിനടുത്ത് അരുവിയിലോട്ട് പോകുന്ന റോഡിലാണ്. നല്ല ലോറി സൈറ്റാണ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് നിൽപ്പുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്, പിന്നെ പൊതു ടാപ്പ്, വാട്ടർ അതോറിറ്റി പൊതു ടാപ്പുണ്ട്. നമുക്ക് കിണറുണ്ട്. പിന്നെ നല്ല ഷെഡ് കിടപ്പുണ്ട്. പിന്നെ ഏതാണ്ട് നല്ല നിരന്ന സ്ഥലമാണ്. ശരാശരി 3000 രൂപയ്ക്ക് പുറത്ത് വരുമാനമുള്ള ഒരു റബ്ബർ പുരയിടമാണ്. 4 ദിവസത്തേക്ക് ഒരു ബാരലെന്ന് പറയുമ്പം ഏതാണ്ട് 220 ലിറ്റർ പാലാണ് 4 ദിവസം. ഇതിനകത്ത് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് പാറയൊന്നുമില്ല, എല്ലാം മണ്ണ് പുരയിടമാണ്. നല്ല ലോറി പോകുന്ന സ്ഥലമാണ്. നേരത്തെ വലിയ ലോറി വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇത് തൊട്ട് ഇത് ചേർന്നാണ് ഇപ്പം 90 മീറ്റർ നാവായിക്കുളത്ത് നിന്ന് വരുന്ന ഈ റോഡ് വരുന്നത്, നമ്മളെ വിഴിഞ്ഞം ഹാർഡ്വെയറിൽ പോകുന്നത്. ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് പോകാൻ എനിക്ക് തോന്നുന്നൊരു 18-20 കിലോമീറ്ററേ വരുള്ളൂ എൻ്റെ ഒരു തോന്നൽ. 20 കിലോമീറ്റർ വരും വിഴിഞ്ഞത്ത് പോകാൻ. ഇപ്പം അത് 70 മീറ്റർ റോഡായി എടുക്കുന്നുണ്ട്. ആ റോഡ് ഇപ്പം 2027-28 പൂർത്തിയാവുന്നുണ്ട്. ഇത് അദാനിയുടെ തന്നെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് എല്ലാം നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് ഉടനെ യുദ്ധാടിസ്ഥാനത്ത് കൊടുക്കേണ്ട ആവശ്യമായതുകൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം അത് അവർ ലീസിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25 വർഷം ലീസിന് കൊടുത്ത് അതിനകത്താണ് പാലിൻ്റെയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഇത് നിലവിൽ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട്. നല്ല രീതിക്കൊക്കെയാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. നേരെ ഇതൊരു മിഷൻ വരെ ആയിരുന്നത്. മിഷൻ അന്ന് നമുക്ക് അവിടെ ഷീറ്റ് അടിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് ഒരാളിന് കൊടുത്തതിന് ശേഷം ഇപ്പം പച്ചപ്പാലാണ് കൊടുക്കുന്നത്. പച്ചപ്പാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. അവരിവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. മാസാമാസം നമുക്ക് അതിൻ്റെ പൈസ അവർ അക്കൗണ്ടിൽ ഇട്ട് തരും. ഇപ്പോൾ മുകളിൽ വരെ കിടക്കുകയാണ്. ഏതാണ്ട് ഒരു 400 മരത്തോളം റബ്ബറുണ്ട്. നല്ല പാലുള്ള മരമാണ് ഇവിടെ ഏരിയയിൽ. ഈ റബ്ബർ മരം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച തൈ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പാൽ ഇവിടെ ഉള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട നെട്ടയമെന്ന് പറഞ്ഞത് 8 സെൻറ്റിൽ 4 സെൻറ്റ് വീതം വേണമെങ്കിലും കൊടുക്കാം. ആ വീടും പഴയ വീടും 4 സെൻറ്റ് വേണമെങ്കിലും കൊടുക്കാം. അല്ലാതെ 4 സെൻറ്റായിട്ട് വേണമെങ്കിലും നമുക്കത് കൊടുക്കാൻ കഴിയും. അങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അതൊരു VIP ഏരിയയാണ്. അപ്പോൾ ഇതും നല്ല സ്ഥലമാണ്. ഇത് A ഗ്രേഡ് പഞ്ചായത്തിനകത്ത് നിൽക്കുന്ന സ്ഥലമാണ്. കോർപ്പറേഷൻ പഞ്ചായത്താണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായ സ്ഥലമാണ്. 27-28 ഈ റോഡ് വരുമ്പം പിന്നെ ഇവിടെ ചോദിക്കുന്നതാണ് വില. ഇപ്പം 3 സർവേ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാശ് കൊടുത്താൽ മതിയാവും. അത് നമ്മൾ ഇവിടെ വിളപ്പിൽ പോകുന്നതാണ്. വിളപ്പിലൊക്കെ ഒരുപാട് തൊട്ടടുത്താണ് വിളപ്പിൽ എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും പിന്നെ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, EMS അക്കാഡമി, ഒരുപാട് സ്ഥാപനങ്ങൾ നിലവിൽ വരുന്ന ഒരു സ്ഥലമാണ് വിളപ്പ്. ഇവിടെ ഈ റോഡ് ചെന്ന് വിളപ്പിൽ ടച്ച് ചെയ്യും, അതിന് വിഴിഞ്ഞത്ത് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കാൻ്റെ ഇതൊക്കെ കുരുമുളകൊക്കെ ഉണ്ട്. ഇവിടെ കുരുമുളകുണ്ട്, വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. അതായത് ആഞ്ഞിലി മരവും അൾക്കേഷ്യയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ വന്ന് നോക്കാൻ ആരുമില്ല. ഞാൻ പറഞ്ഞില്ലേ, വർഷത്തിലൊക്കെയാണ് ഇവിടെ വന്ന് നോക്കുന്നത് തന്നെ. വെറുതെ ഇങ്ങനെ നശിച്ച് പോകണ്ടെന്ന് എഴുതിയിട്ടാണ് എന്തായാലും കൊടുത്തേക്കാം. ഇപ്പോൾ നേരത്തെയൊക്കെ കൊടുക്കണോ ഇല്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അച്ഛൻ പറയണത് എന്തായാലും കൊടുത്തേക്കാം. സ്ട്രീറ്റ് ലൈറ്റ്, പൊതു ടാപ്പ് കൊടുത്തേക്കാം എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ കൊടുത്തേക്കാം. ശരി, ഷെയർ തരണം. ഷെയറൊക്കെ തരാം. നമുക്കിനി ഒന്നും വേണ്ട, നിങ്ങൾ എടുത്തോണ്ടാ മതി. വീഡിയോയിൽ ഇട്ടതിൻ്റെ ഷെയർ ഇത് നമ്മളതല്ലേ? ബാരലൊക്കെ നമുക്കുള്ള തന്നെ കുറേ എടുത്തോണ്ട് പോയി അവർ. ഇതിലാണ് പാല് നിറച്ച് വെക്കുന്നത്. ഇപ്പോൾ ഷീറ്റ് അടിക്കാൻ അതിനൊന്നും ആളില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പാലായിട്ടാണ് ഈ ബാരൽ നിറച്ച് വെക്കും. എത്ര ദിവസത്തിനുള്ളിൽ എടുത്തോണ്ട് അവർ ഇത് നിറയുമ്പോൾ ഒരു 10-20 ദിവസം ആകുമ്പോൾ 4 ബാരൽ എരിയും. ഒന്നും വേണ്ട, 4 ബാരൽ നിറയും. അപ്പോൾ എടുത്തോണ്ട് പോകും. അയ്യപ്പൻ കുഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പച്ചപ്പാൽ സംസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് വരുന്നവർ. അവിടുത്തെ വീഡിയോ നമ്മൾ ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ വന്ന് എടുത്തോണ്ട് പോകും. നമ്മളൊന്നും അറിയണ്ട. പിന്നെ ഷീറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാശ് കിട്ടും. നമുക്ക് അതിനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പാലായിട്ട് കൊടുക്കും. ശരാശരി ഒരു 10-500 വരെ ഒട്ടുകറയും കിട്ടും. ഇതിനകത്ത് വള്ളിക്കറ കിട്ടും. ഒട്ടുപാലും കിട്ടും. 5 കിലോ ഒക്കെ കിട്ടും. 4 കിലോ 5 കിലോ കിട്ടും. താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ആ സ്ഥലം നെട്ടയം കാച്ചാണിയൊക്കെ പോകാൻ അടുത്താണ്. നെട്ടയത്തിന്റെ തമ്പാനൂരിൽ വരാൻ 14 കിലോമീറ്റർ ഏറ്റവും കൂടിയ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഞാൻ 8 കിലോമീറ്റർ കോർപ്പറേഷൻ ആയിരിക്കും. അത് കോർപ്പറേഷൻ. ഇത് 14 കിലോമീറ്റർ. എല്ലാം ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഏത് വേണമെങ്കിലും അച്ഛനെ വിളിച്ചാൽ മതി കേട്ടോ. ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം, വരുമാനമുണ്ട്. ഓക്കെ, ശരി, പോവാം നമുക്ക്. ഓക്കെ, നമ്മുടെ പ്ലോട്ടിൻ്റെ ഇതുവരെ കാറ് വരും കേട്ടോ. അവിടെ ഫുൾ കോൺക്രീറ്റ് റോഡാണ്. ഇതുവഴി ചെന്നാലും വേറെ റോഡിൽ ചെന്ന് കയറും. നേരെ GV രാജ സ്കൂളിൽ അവിടെ ചെന്ന് കയറും. നമ്മുടെ ആ GV രാജ സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ എസ്റ്റേറ്റും കാണാം. ഇവിടെ നിന്ന് നോക്കി അതിൻ്റെ മുകളിൽ കയറിയാൽ GV രാജ സ്കൂളാണ്. നമ്മൾ കടൽ കാണാം. അത്ര നല്ല ഹൈറ്റ് ആണ് അവിടെ. ഏറ്റവും മുകളിൽ. ഞാൻ ഇന്ന് വരെ അങ്ങോട്ട് കയറിയിട്ടില്ല. ഭയങ്കര വ്യൂ ആണ് അവിടെ. ഇത് റബ്ബർ പുര ഓഫീസ് റൂം, എസ്റ്റേറ്റ് ഓഫീസ് റൂം തുറന്നിട്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം ചെയ്തതാണ്. ഇത് നമ്മുടെ അവിടെ കിടന്ന ഷീറ്റും കട്ടി എല്ലാം റെഡിയാക്കി ഇതെല്ലാം ചേർത്ത് നമ്മുടെ ഷായ ചേട്ടൻ ഷീറ്റൊക്കെ ചെയ്ത് റബ്ബർ
ഓഫീസ് എസ്റ്റേറ്റ് ഓഫീസ് അടിപൊളിയാക്കിയേക്കുന്നു. ഇനി അടുത്ത് നമ്മുടെ മോഡൽ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. നമുക്ക് കാല് കാണിക്കാൻ പോകണം. എന്തായാലും കാലൊരു ഇഞ്ചക്ഷൻ ഞാനും എടുക്കാം, അല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തടവുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ അപ്പോഴൊക്കെ കിട്ടുന്ന ഒരു തൽക്കാലം ആശ്വാസമേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു സർജറി മാത്രമേ അമ്മയ്ക്ക് നല്ല തേയ്മാനമുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അതിനോട് ഞാൻ ഇനി എന്ത് ചെയ്താലും സർജറി ചെയ്യില്ല എന്നും പറഞ്ഞാണ് അമ്മ നടക്കുന്നത്. അപ്പം ഒരു ഇഞ്ചക്ഷൻ തൽക്കാലം എടുത്ത് നോക്കാം. അങ്ങനെ ചുമ്മാ ചെന്നാൽ ഇഞ്ചക്ഷൻ എടുക്കുമെന്നും അറിയത്തില്ല കേട്ടോ. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ആദ്യം പറയാം പങ്കജകസ്തൂരി പോവാന്ന്. ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, എനിക്കറിയില്ല. ഇവിടെ ചെന്നാലേ അറിയാവൂ. അച്ഛനാണെങ്കിൽ അത് വാങ്ങിക്കാൻ ഇത് വാങ്ങിക്കാനെന്നും പറഞ്ഞ് നെട്ടയം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഗുളിക വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് നെട്ടയത്ത് നിർത്തിയേക്കാണേ. എനിക്കിനി അമ്മയും കൊണ്ട് പോകണം. പിന്നെന്താണ്, തിരിച്ച് വീട്ടിൽ പോകണം. പറഞ്ഞാൽ കേൾക്കൂല. പോണില്ലേ അപ്പം? കൊച്ചിനെ അവിടെ ഓട്ടോയിലല്ല ആക്കണത്. താമസിക്കണ കാര്യമൊന്നും എനിക്ക് എവിടെയാണ് പോണത്? ആക്സിഡർ കൊണ്ടുപോകാൻ പോണില്ലാന്ന് താമസിച്ചു. അച്ഛല്ല, അച്ഛി പറഞ്ഞ വഴിക്ക് ഗുളിക, മരുന്ന്, ട്യൂബ്, ലൈറ്റ്, പാട്ട, പെട്ടി, 1 മണിക്കൂർ നെട്ടയം ജംഗ്ഷനിൽ. ആ കാര്യത്തിൽ ഇനി പോണ വഴിക്ക് എൻ്റെ അവിടെ പിക്കൾ കൊറിയർ ചെയ്യാൻ. സാരി ഉടുത്ത് നിന്നിട്ട് വന്നില്ല ഒന്നും. ഇത് ആർക്കും വേണ്ടേ? നല്ല പുളി തോന്നി, നല്ല പുളിപ്പ്. അയ്യോ പാവം. എന്തോന്ന് വെച്ചാലും മാങ്ങാണ്ട്. ഞാൻ പറഞ്ഞോട്ടാ, വേദയുടെ എന്ത് ചോദിച്ചാലും പറയും മാങ്ങാണ്ടി മാങ്ങാണ്ടി അങ്ങനെ ചീമ പറയണം. കിണുങ്ങനെന്നാണ് ചീമ വേദ വിളിക്കണത്. കിങ്ങിണിന്ന് ഇവരൊക്കെ പേരിട്ട് അതിപ്പോ കിണുങ്ങനായി. അതെ, പപ്പീരെ പാത്രം ഇതുപോലെ തന്നെ ഇരിക്കണം. ഇനി അതുങ്ങാനും തന്നെ എന്തോ പട്ടിക്ക് വെച്ചിരുന്ന സാധനം തന്നെ കുറച്ച് അവിടെ ഈ കൊഞ്ച് വെച്ചിട്ട് ഒരു മനുഷ്യർക്ക് വേണ്ടേ? ഞാൻ നിങ്ങളെ വരട്ടെന്ന് പ്ലാൻ വെച്ചിരുന്ന, പക്ഷെ അന്നുണ്ടെങ്കിൽ തീർന്നതായിരുന്നു. വച്ചിട്ട് ഇപ്പൊ പിന്നെ ഇവിടെ ചൊറിയും ചൊറിയൊന്നുമില്ല. അത് ഇത് എടുത്തത് ചങ്കടം വരണ്ട അലർജി. ആ സാധനം പ്രോൺസ് പെട്ടെന്ന് അലർജി വരുന്ന സാധനമാണ്. എന്തൊന്നും ഞാൻ കഴിച്ചിട്ട് റിസൾട്ട് വരാം. അതിന്റെ തലയുടെ ഭയങ്കര ടേസ്റ്റ്. ബിരിയാണി വെക്കാൻ എന്നിട്ട് എന്ത് പറ്റി? നല്ല പെട്ടെന്ന് അമ്മ വല്യമ്മയ്ക്ക് വയ്യാതെ അതെല്ലാം പോയി. സോ ഗൈസ്, ഞാൻ അങ്ങ് ആക്ച്വലി അവിടെ പോയത് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാനായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എന്തായാലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. നമ്മുടെ പുരയിടത്ത് പോയി, ആ വീട്ടിലൊക്കെ പോയി, അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. പിന്നെന്താ, എന്നിട്ട് ഞാനിങ്ങ് തിരിച്ചു വന്നു കേട്ടോ. വേദ വരാനുള്ള സമയമായി. വേദയെ നോക്കിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് വന്നു. ഇന്നലത്തെ മീൻകറി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. വേറെ കറികളൊന്നും എടുത്തില്ല. അപ്പോൾ വേദ വരട്ടെ. മഴയില്ലേ മഴയില്ലേ, വിളിച്ചു വിളിച്ചു മഴ വന്നു. വേദൂട്ടി വന്നു, കുളിച്ചു. സെറോ കേട്ടോ തലയിൽ. സെറോ എടുത്തോണ്ട് വാ, തലയിൽ സെറോ ഇടണം. ഗുളിക കഴി. ഡോക്ടർ ഗുളികയൊക്കെ കൊടുത്തു, സ്കിൻ ഡോക്ടർ വിറ്റാമിൻ ടാബ്ലറ്റ്. അതൊക്കെ അവൾ തോന്നുമ്പോൾ തന്നെ കഴിക്കുന്നത്. ഞാനിതിനിടയ്ക്കൊരു കുഞ്ഞുറക്കമൊക്കെ ഉറങ്ങി. അപ്പോഴേക്കും വേദ വന്നു. പിന്നെ ഉറക്കം നടന്നില്ല. കുറേ ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട്. വസ്ത്രയുടെ കൂടെ ഉള്ളതുകൊണ്ട് ഉറങ്ങുമ്പോൾ കൂക്കു കൂക്കു അടിക്കും. ഇന്നിപ്പോൾ ഏട്ടൻ്റെ ഫോൺ കൊടുത്തിട്ട് ഞാൻ കിടന്നൊന്ന് ഉറങ്ങി. ഈ കൊച്ചു എന്തോന്ന് കാണിക്കണത്? തല കൊച്ചിനെ വീണ് കിടക്കും. കുയ്യോ കൊച്ചു പിള്ള, മുട്ടിലെഴയാറാവണേ ഉള്ളൂ. തല കുത്തനെ വീണ് കിടക്കാനാണ്. താഴോട്ടിറങ്ങിയേ. എന്തോന്നൊക്കെ കാണിക്കണം. കിട്ടിയാ കിട്ടിയാ കിട്ടിയാ. ഇവിടെ ആയിരുന്നു ഒക്കെ ഡാൻഡ്രഫ് കൂടുതൽ. അപ്പം നല്ല വ്യത്യാസമുണ്ട്. ഇതൊരു സിറം ഇങ്ങനെ 15 ഡ്രോപ്സ് തലയിൽ. തല പൊക്കി വേ. എത്ര ഡ്രോപ്സ് ആയതേ. ഇനി മുടി വളർത്തണ്ടടാ. ഇത് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് ഡി. ഇത് സ്കാൽപ്പൊക്കെ ഒന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത്, അതൊക്കെ നല്ല ഇതായിട്ടിരിക്കാനാണ് ഈ ഒരു
നല്ല ഡാൻഡ്രഫ് കുറവുണ്ട്. ചൊറിച്ചിലുണ്ടോ അവിടെ അപ്പം? ഉണ്ടോ? 15 ഡ്രോപ്പായ എന്തോ. ഓ മഴ പെയ്തിട്ട് എന്തോ ചൂട്. മഴ കാര്യമായിട്ട് പെയ്തില്ല, ചെറുതായിട്ട് പൊടിങ്ങി നിൽക്കണേ ഉള്ളൂ, അതുണ്ടാവും. നിങ്ങൾ കരുതുന്നുണ്ടാവും എനിക്കിപ്പോൾ എന്നും ഈ ഡ്രസ്സേ ഉള്ളൂ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, അലമാര ഇല്ലാത്തത് കൊണ്ട് കഴുകി കൊണ്ടൊന്ന് ഒരു ചെയറിലങ്ങ് കൂട്ടിയിടും. അപ്പോൾ ആ ചെയറിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഡ്രസ്സ് നോക്കിയിടും. അതുകൊണ്ടാണ് എന്നും ഈ ഡ്രസ്സ് തന്നെ ഇടുന്നത് കേട്ടോ. ഇനി അലമാരൊക്കെ വന്നിട്ടാണ് നമുക്ക് പൊളിക്കാൻ. നാളെ വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും എന്ന് പറഞ്ഞു. വേദയ്ക്കിന്ന് ചായ പുറത്തുനിന്ന് കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല, അവൾ ചായ കുടിക്കുന്ന ആളുമല്ല, അവൾക്ക് ഉള്ളിവട കഴിക്കണം. അതുകൊണ്ടിന്ന് ചായ പുറത്തുനിന്ന് കുടിക്കാമെന്ന് പറഞ്ഞ് ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടൻ വരുന്നില്ല. മെയിൻലി വേദയ്ക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ 4:30, 4 മണിയായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചായയും കുടിച്ച് ഉള്ളിവടയും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ 4 മണിയായപ്പോഴേക്കും വേദയും കൊണ്ട് ഞാൻ ട്യൂഷനായിട്ട് ഇറങ്ങി. എന്നിട്ട് നമ്മുടെ പേയാട് കുണ്ടമൻ കടവ് പാലം എത്തുന്നതിന് മുന്നേ അങ്ങോട്ട് പോകുമ്പോഴേട്ടോ, തിരുമലയിലേക്ക് പോകുമ്പോൾ പാലം എത്തുന്നതിന് മുന്നേ ഒരു ചെറിയ ചായക്കടയുണ്ട്. മിക്കവാറും ഇവിടെ നിന്ന് തന്നെയാണ് ചായ കുടിക്കുന്നതും വടകളൊക്കെ ഞാൻ വാങ്ങുന്നത്. അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കുകയാണ്. ഇവിടുത്തെ ഉള്ളിവട വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭാഗ്യമെന്ന് പറയട്ടെ, ഉള്ളിവട ഉണ്ടായിരുന്നു, ഫൈനൽ പീസായിരുന്നു. ഇപ്പോൾ വസ്ത്രയുടെ പുറകെ പോയി കഴിഞ്ഞു പറയുന്ന എല്ലാം ആ ഒരു രീതിയിലാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും കസ്റ്റമേഴ്സ് മെസ്സേജ് ഇടുമ്പോൾ യെസ് മാം അവൈലബിൾ ലാസ്റ്റ് പീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലാസ്റ്റ് പീസ് ഉള്ളിവട ഇരുന്നു, അത് വേദ എടുത്ത് കഴിക്കാം കേട്ടോ. കൊള്ളായിരുന്നു. വേദയ്ക്ക് ഇപ്പോൾ ഉള്ളിവടയോട് ഭയങ്കര പ്രിയമാണ്. ആ ഒരു ഉള്ളിവട കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അടുത്ത സ്റ്റെപ്പ് ഉള്ളിവട ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മളൊന്ന് ലേറ്റ് ആയിരുന്നെങ്കിൽ ആ ഉള്ളിവട കിട്ടത്തില്ലായിരുന്നു കേട്ടോ. ഇതിനി ആവാനായിട്ട് 10, 15, 20 മിനിറ്റെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇനി ഒരു ഉള്ളിവട കൂടെ കിടപ്പുണ്ട്, അതിപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകും കേട്ടോ. അതിൽ നിറയെ പൊടികൾ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 സവോളയുടെ പൊടി എടുത്ത് കഴിച്ചു. എനിക്ക് ഈ ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പ് വട അതിനോടൊന്നും വലിയ താല്പര്യമില്ല. രസവട ദോശയോടൊപ്പം ആണെങ്കിൽ കഴിക്കും, അല്ലാതെ വെറുതെ കഴിക്കാനും വലിയ താല്പര്യമില്ല. പഴംപൊരി കഴിക്കുമായിരുന്നു, ഇപ്പം പഴംപൊരിയോടും വലിയ താല്പര്യമില്ല കേട്ടോ. വേദയ്ക്ക് ചായ വേണമെന്ന് വെച്ചപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു ബദാം ടീ ഇട്ട് തരാം. അപ്പോൾ ആ ചേട്ടൻ പറയാണ് ബദാം ടീ ആയിട്ടിട്ടാൽ കൊള്ളത്തില്ല, ബദാം മിൽക്ക് തരാമെന്ന് പറയും. ഞാൻ പറഞ്ഞു എനിക്ക് ബദാം മിൽക്ക് വേണ്ട, ചേട്ടൻ ചായ അടിക്കൂ, ചായ അടിച്ചിട്ട് അതിൽ ഷുഗറിന് പകരം എനിക്ക് ആ ബദാമിൻ്റെ മിക്സ് ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എനിക്കൊരു ബദാം ടീ എല്ലാം ഉണ്ടാക്കി തന്നു. ചേട്ടൻ കൊള്ളില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്കത് കുടിക്കാനാണ് ഇഷ്ടം. പക്ഷെ കടുപ്പം കുറച്ച് കുറഞ്ഞു കേട്ടോ. അത് ചേട്ടനൊരു അബദ്ധം പറ്റിയതാണ്. സാധാരണ ബദാം മിൽക്കല്ലേ അടിക്കുന്നത്, അങ്ങനെ ബദാം മിൽക്ക് അടിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ബദാം ടീ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഓർമ്മിച്ചത് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് തേയില എല്ലാം ഒഴിച്ചിട്ട് തന്നതാണ്, അതുകൊണ്ടാണ് കടുപ്പം കുറഞ്ഞതായിട്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ചൂട് ഞാൻ എടുത്തപ്പോഴേക്കും. പിന്നെ 2-3 പ്രാവശ്യം എടുത്തും വെച്ചും ഒക്കെയാണ് ചായ കുടിച്ചത്. ഞാനപ്പോൾ ഒന്നും കുടിച്ചില്ല, ചായ മാത്രമേ കുടിച്ചുള്ളൂ. വേദ ഒരു ഉള്ളിവട എടുത്തു. വേദയ്ക്ക് ഒരു ഉള്ളിവട കഴിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ അവിടെ അടുത്ത സ്റ്റെപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഒരുപാട് ഇങ്ങനെ ആ എണ്ണയിലുള്ള സാധനം കഴിക്കുന്നത് നല്ലതല്ല, കൊതിക്കും വേണ്ടി ഒരെണ്ണം കഴിക്കുന്നത് നല്ലതാണ്. ഏറ്റവും നമ്മൾ കഴിക്കുന്ന ഈ ജങ്ക് ഫുഡ്സിൽ ഏറ്റവും ഡേഞ്ചർ സാധനം ചെയ്താട്ടോ. ഈ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരി നമ്മൾ കഴിക്കുന്ന സാധനം ഡേഞ്ചറാണെന്ന് നമ്മൾ കഴിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, എങ്കിലും നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചില കൊതികൾ വന്നാൽ കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേദയ്ക്ക് ഒരു ഉള്ളിവടയായിട്ട് വാങ്ങി കൊടുത്തത്. പിന്നെ ഈ ചിക്കനും ഷവായിയും അൽഫാമും ഫ്രൈ ചെയ്യുന്നത് ദോഷം തന്നെ കേട്ടോ. അൽഫാമും ഷവായിയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്, ഞാനത് അവകാശപ്പെടുന്നുണ്ട്. ചിക്കൻ ഹൈ ഇൻ പ്രോട്ടീനാണ്, റിച്ച് ഇൻ പ്രോട്ടീനാണ്, അത് നിങ്ങൾക്കറിയോ? അപ്പോൾ അതുകൊണ്ട് അത് നല്ല കാര്യം കേട്ടോ. ചായ എല്ലാം കുടിച്ചു, വേദന ട്യൂഷനാക്കിയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ ചീമേര വീട്ടിലേക്ക് വന്നു, സച്ചിൻ്റെ വീട്ടിലേക്ക്. ഞാൻ നെട്ടയത്തിൻ്റെ പേഴ്സ് മറന്നു വെച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ചീമ എടുത്തുകൊണ്ട് വന്നു, അപ്പോൾ അത് വാങ്ങാനായിട്ട് വന്നതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ ചീമേര വീട്ടിലും വന്നിട്ടാണ് നേരെ വീട്ടിൽ പോയത്. നമ്മളെന്താണ് ട്യൂഷന് പോയി, ചായ കുടിച്ചു, ഉള്ളിവട നിന്നു, ചീമേര വീട്ടിൽ പോയി. അടുത്ത ഡിന്നറാണ് കേട്ടോ. ഇന്നലത്തെ ചൂര മീൻകറി പോയി. അതിന് ഗോതമ്പ് ദോശ മതി എന്ന് പറഞ്ഞ് ദോശ മാവെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ആയിപ്പോയോ എന്നൊരു സംശയം. വേറൊരാൾ പാസ്ത ഉണ്ടാക്കാം കേട്ടോ. പാസ്ത തനിയെ ഉണ്ടാക്കുകയാണ്. അത് എന്തൊക്കെ സാധനങ്ങൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്: ടൊമാറ്റോ സോസ്, സോയാ സോസ്, കോൺഫ്ലോർ, കോൺസ്റ്റാർച്ച്, സോറി, ഇതൊക്കെ ഉണ്ടാക്കട്ടെ. അവൾ തനിയെ ഉണ്ടാക്കിക്കൊള്ളാം, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വൈകിട്ട് ചായ കുടിച്ച പാത്രം ഇതുവരെ കഴുകിയില്ല കേട്ടോ. വൈകിട്ടാണ് നമ്മൾ വസ്ത്രയിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയം, അപ്പോൾ സമയം കിട്ടില്ല. വേദ ഇങ്ങനെ ട്യൂഷന് വിട്ടിട്ട് വന്ന് അത് വസ്ത്രയുടെ വീഡിയോ എടുത്ത ശേഷം അതിനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ വിളിക്കാൻ പോകും. വേറെ വിളിച്ചിട്ട് വരുമ്പോഴേക്കും ഫോണിൽ ഒരുപാട് മെസ്സേജസ് വന്നിരിക്കും.
അതെല്ലാം ചായ ഇട്ടിട്ടാണ് വേറെ ട്യൂഷൻ വിടാൻ പോകുന്നത്. പിന്നെ അതെല്ലാം നോക്കിക്കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ സമയമാവും. ചായ കുടിച്ച പാത്രം കിടപ്പുണ്ട്. ഇത് ഏട്ടൻ ചായ കുടിച്ചതാ കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്നല്ലേ ഇന്ന് ചായ കുടിച്ചത്. ഇത്രയും പോരെ? മതി, കുറച്ചൊക്കെ ആണെങ്കിൽ ശകലം കൂടെ. വേദ ഉണ്ടാക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ വേദയുടെ യൂട്യൂബ് ചാനലിൽ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇല്ലേ? നിനക്ക് സമയമില്ല വേദയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇടാൻ. ബിസി ഗേൾ. വേദ മനോജ് എല്ലാം കൂടെ താഴെ പോകും, ഞാൻ അടിയിൽ തരും. നമ്മുടെ മണമൊക്കെ വരുന്നല്ലോ. പാസ്ത ഡ്രെയിൻ ചെയ്യട്ടാ ഞാൻ. പാസ്ത ഡ്രെയിൻ ചെയ്യട്ടോ. എന്ത് കാണും അത്? നമ്മളിവിടെ ദോശ ചുട്ട് കഴിക്കുകയും ചെയ്തു. വേറെ കഴിക്കേ ഉള്ളൂ. അങ്ങോട്ടൊന്നും കാണിക്കണ്ട, പൊട്ടിയില്ല. വേദന പാസ്ത കഴിച്ചിട്ടില്ല. സോറി സോറി സോറി. ഫ്ലൈം കുറച്ചു ഇടി. വേദയുടെ പാസ്ത മനുഷ്യനൊരു സ്ഥലത്തിരിക്കാൻ സമ്മതിക്കില്ല. സോസ് എടുക്ക്. എന്തോ സോസ്? ഒരു കുപ്പി സോയാ സോസ് എടുത്ത് അതിൽ ഒഴിച്ചത് വേറൊരു ടേസ്റ്റ് ആകും. സോസ് ഒക്കെ ഞാൻ ജോലി ചെയ്യുമ്പോ എനിക്ക് ജോലിക്കാരെങ്കിലും വന്നിക്കോ? മതിയാ? എന്താ ഇതിന് മിക്സിയിൽ ചാറിട്ട് അടിക്കും. അത് ഉപ്പിട്ടില്ല. എൻ്റെ പേരൊക്കെ അറിയാം. ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ചെയ്യണത്. ഒറ്റയ്ക്ക് പട വെട്ടി വന്നവളാണ് ഞാൻ. മതി കോൺഫ്ലോർ വഴി. ആ നനവുള്ളതിൻ്റെ അടുത്ത് ബട്ടറിൽ വിട്ടല്ലേ? കഴുകി തുടച്ചിട്ടാണ് ഒഴിക്കാല്ലോ. പാസ്ത തന്നെ ഇടൂലേ? പാസ്ത അങ്ങോട്ട് ഇട്. ഫണ്ണി റൈറ്റ്? പാസ്ത ഇട്. ചീസ് ഇടൂലേ? ചീസ് ഇട്ടിട്ട് നല്ലതായിരിക്കും. ചീസ്, ഒറിഗാനോ. ഞാൻ ഇളക്കട്ടാ? എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാണ് വേദ അവകാശപ്പെടുന്നത്. ഇത് തിളകണില്ലല്ലോ അടി. ഫ്ലെയിം കുറച്ചിട്ടിരിക്കുന്നു. ഇല്ല, കൂട്ടിയായിട്ട് ഒരു ചീസ് മതി. അതൊന്ന് മൂടി വെച്ചാലാ? അപ്പം നല്ല വെയിറ്റ് ഓർഗാനിട്ടില്ല. ഓക്കെ. ചില്ലി ഫ്ലേക്സ് ഒന്നും ഇടൂലേ ഇതില്? വേണമെങ്കിൽ ഇടാം. ഇനി ഇടണ്ട. നീ എന്ത് ചില്ലി ഇട്ടല്ല? അതുകൊണ്ട് എരിവായിരിക്കില്ല, അങ്ങോട്ട് ഇടണ്ട. എൻ്റെ വസ്ത്രയിൽ ആരാ വിളിക്കുന്നത്? അച്ഛനും മോളും കൂടെ നിട്ടിട്ട് മതി മതി. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് നോക്കാം. അപ്പം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാം. അത് കരിയാറായടേ. റെഡ് സോസ് പാസ്തയാണല്ലേ? പിന്നെ ഹെൽത്തി പാസ്ത അടിച്ചപ്പോൾ ഈ പാസ്ത മില്ലറ്റ് പാസ്തക്കൊക്കെയാണ് ഹെൽത്തി പാസ്ത. ഇത് മൈദ പാസ്ത. അതെങ്ങനെ ഹെൽത്തി ആവും? എത്ര കഴുകിയാലും പാത്രം. വേദ ഇതൊന്ന് ഇളക്കിക്കൂടെ? അതാ വരണ. ഒന്ന് മര്യാദയുള്ള കുട്ടി. അതായും തോന്നണ്ട, മതി. ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യും. തണുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം. തട്ട്. വേദ പാസ്ത ഉണ്ടാക്കും, മാഗി ഉണ്ടാക്കും, ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കും. ഇത്രയും വേദ കഴിക്കൂല കേട്ടാ. ഞാനും കൊള്ളാമെങ്കിൽ ചിലപ്പോൾ കഴിക്കും.
ആ സോസ് ഇതിലിരിക്കുന്ന കുറച്ചുകൂടെ അങ്ങ് ഇടാ. വേണ്ടി നീ ഉണ്ടാക്കിയ പേജ് തണുത്തിട്ട് കഴിക്കാം. കൊള്ളാം. വൈറ്റ് സോസ് പാസ്ത അല്ല, റെഡ് സോസ് പാസ്ത. കഴിഞ്ഞ ദിവസം വേറെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയായിരുന്നു. അത് ഫ്ലോപ്പായി പോയി കേട്ടോ. പാസ്ത ഒന്നും വെന്തില്ല. പിന്നെ ഞാൻ ഒന്നേന്ന് വേവിച്ച് കൊടുത്തു. പക്ഷേ ഇതും ഞാൻ വേവിച്ചത് ഇതിനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തെങ്കിലും വേറെ തന്നെയാണ് കുക്ക് ചെയ്തത്. ഇറ്റ് ടേസ്റ്റ് ഓൾസം. ഓക്കെ അല്ലേ? സത്യത്തിൽ കൊള്ളാം കേട്ടോ. അപ്പോൾ വേദ ഫ്രീ ആവുന്ന ദിവസം വേദയുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ റെസിപ്പി ഇടാവേ. ഞാൻ എൻ്റെ ഇട്ടോട്ടെ. കൊള്ളാടി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ദേ ഇവിടെ കഴിയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.